എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നൽകാവുന്ന ഏറ്റവും നല്ലൊരു ടോണിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടുക്കളയിൽ നിന്ന് കളയുന്ന നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദാണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ പേരയ്ക്കായിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഈ പേരത്തൈ നട്ടിട്ട് ദാണ്ട് 2 നല്ല മുഴുത്ത പേരയ്ക്ക. ഇതിന് ഞാൻ ആ വളമായിട്ടോ ചേർക്കുന്നത്. ഞാൻ എവിടെ എന്ത് വളങ്ങൾ തയ്യാറാക്കുന്നു ജൈവവളം മാത്രമാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ദാണ്ട് രണ്ട് ചെറിയ ദാണ്ട് ചെറിയ കുഞ്ഞ് കായം കൂടെ വരുന്നുണ്ട് കേട്ടോ. പേരയ്ക്കതേ കുഞ്ഞത് വരുന്നുണ്ട്, അതുപോലെ നിറച്ചുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാം തയ്യാറാക്കുന്ന എല്ലാ വളങ്ങളും നമ്മുടെ എല്ലാ ചെടികൾക്കും പേരയ്ക്കും മാവിനും പ്ലാവിനും എല്ലാം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക. ഞാനിന്ന് തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി വേസ്റ്റാണ്. വേണ്ട ബീറ്റ്റൂട്ടിൻ്റെ ഉണ്ട്, കുമ്പളങ്ങായുടെ ഉണ്ട്, ഉള്ളിത്തൊലി ഉണ്ട്, പയറിൻ്റെ ഉണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് എടുത്ത് നമ്മുടെ ഈ വളം തയ്യാറാക്കാം. ഇത് അപ്പം ഏകദേശം നല്ല പോലെ മഴയൊന്ന് കഴിഞ്ഞു, രണ്ടാമതൊരു മഴയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കുറച്ച് ഇരുട്ടായിട്ട് അതാട്ടോ എനിക്ക് പുറത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്, സിറ്റൗട്ടിൽ വെച്ചിട്ട്. നമുക്കിനി ഇതൊന്നുണ്ടല്ലോ കുറച്ച് വെള്ളവും ചേർത്തൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്പം നമ്മുടെ ചെടികൾ വലിച്ചെടുക്കും. പിന്നെ അതിനു വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ അരയ്ക്കുന്നത്. നമ്മളല്ലാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും ഇതെങ്ങനെ ആകാൻ. അപ്പം ഇതാവുമ്പോൾ നമുക്ക് അപ്പോൾ വേണ്ടേ ഞാനിത് 3 ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് നമ്മുടെ മിക്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടോ അരച്ചിരിക്കുന്നത്. ഇത് ബീറ്റ്റൂട്ടും ഉള്ളിത്തോലും നമ്മുടെ പഴത്തിൻ്റെയും പയറിൻ്റെയും എല്ലാമാണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റും അല്ലെങ്കിൽ നമുക്കിതിലോട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചെടിയുടെ ചോട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, പൊട്ടാസ്യവും എല്ലാം നമ്മുടെ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്, നൈട്രജനും എല്ലാം. അപ്പം നമുക്ക് ഇത് ചെടിയുടെ ചോട്ടോട്ട് നേരിട്ട് ഒഴിക്കരുത്. നേരിട്ടൊഴിച്ചാൽ തണ്ട് വാടിപ്പോകും, നമ്മുടെ വേരുകൾ നശിച്ചു പോകും. ഇതിൻ്റെ കൂടെ 1 കപ്പിൻ്റെ കൂടെ 5 കപ്പ് വെള്ളം, ആ രീതിയിലാട്ടോ അങ്ങനെ വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ പെട്ടെന്ന് ഇപ്പോൾ എടുക്കാൻ താമസിച്ച് വീഡിയോ, അതുകൊണ്ട് പെട്ടെന്ന് എടുക്കുമായതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കാണിക്കാത്ത. ഞാനിപ്പോൾ ഒഴിച്ച് കാണിക്കാം. ഞാനിത് 3 ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ വെള്ളം ഒഴിച്ച് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ, മഴയായതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുവാണേ. 1 ലിറ്ററിന് 5 ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും ഒഴിക്കട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ കൂടി എങ്ങനെ ഒഴിക്കുന്നതെന്ന് കാണിക്കാം. നമ്മൾ ഇങ്ങനെ സൈഡൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, വേര് പോകാതെ സൈഡൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ സൈഡൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ റാഡിഷാണ്. ഇതിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിനും നല്ല ഇലകൾക്ക് നല്ല പച്ചപ്പുണ്ടാകാനും നല്ലതുപോലെ ചെടികൾക്ക് നല്ല രീതിയിൽ ചെടികൾ നല്ല രീതിയിൽ കായ്ക്കാനും ഇതിൻ്റെ വേരോട്ടമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടിട്ട് ഇങ്ങനെ ആക്കുന്നത്. വേരെന്ന് വെച്ച് മുറിഞ്ഞു പോകരുത് കേട്ടോ, ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, നമ്മുടെ റാഡിഷ് ഏകദേശം മൂത്തു, ഇത് പറിക്കാനായി. ഞാൻ വിത്തിന് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് തണ്ട് തോരൻ വെക്കുകയൊക്കെ ചെയ്യും. അതാണ്ട് ഇതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ അരിച്ചിട്ട് വേണം കേട്ടോ. ഞാൻ മഴ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ധൃതി പിടിച്ചിങ്ങനെ അങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. നോക്കിക്കേ, ഇത് അരിച്ചതിന് ശേഷം വരുന്നതുകൊണ്ടുള്ള തിരക്കിലാട്ടോ അരിക്കാതെ എടുത്ത് ഇത് അരിച്ചിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ കീടങ്ങൾ ചാകാനും എല്ലാം ഇത് സഹായിക്കും കേട്ടോ. ഇതേണ്ട നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട്. ഞാൻ നിങ്ങളെ ഇത് വെച്ചപ്പോൾ കാണിച്ചായിരുന്നു നമ്മുടെ വഴുതനയാട്ടോ. ഇത് ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പൂച്ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാം. അധികം ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം മഴയാട്ടോ, നല്ലപോലെ മഴ പെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പൂച്ചെടികൾക്കും ഇതെല്ലാത്തിനും ഉപയോഗപ്പെടുന്നതാട്ടോ. അപ്പോൾ നമുക്ക് പൂച്ചെടികൾക്കൂടെ ഒഴിക്കാം. ഇതെല്ലാം ഇങ്ങനെ നല്ല തഴച്ച് വളരും കേട്ടോ. ഇല നല്ല നോക്കി, ഇല നല്ല പച്ച കളറിലുണ്ടോ, ഇല നല്ല പച്ച കളറുണ്ടാകും. നല്ലതുപോലെ തഴച്ച് വളരും, കായും പൂവും എല്ലാം നന്നായിട്ടുണ്ടാകും. നല്ല ആരോഗ്യമുള്ള തൈകളായി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പം നമ്മൾ അരച്ചൊഴിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചെടിയിലോട്ട് തന്നെ നമുക്കത് പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ തൊലിയൊക്കെ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് താമസമാകും പിടിക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ വലിച്ചെടുക്കും.
അപ്പോൾ നമ്മൾ എല്ലാ പൂച്ചെടികൾക്കും റോസ എല്ലാവിധ പൂച്ചെടികൾക്കും കേട്ടോ നമുക്കിത് ഒഴിക്കാം. പിന്നെ നമുക്ക് പേരച്ചെടിയോ അങ്ങനെയുള്ള ഒരു മിനിറ്റ്, നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് കണ്ടോ, നമ്മുടെ പൂച്ചെടികൾക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മഴയായതുകൊണ്ടാട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിലൊന്ന് സൈഡിലൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ ആദ്യം ഇളക്കി കൊടുത്തതായിരുന്നു കേട്ടോ. നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് അത്ര നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലതുപോലെ പൂക്കാനും എല്ലാം നോക്കി നല്ലതുപോലെ പൂവുണ്ടാവുകയും കായ്ക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. എല്ലാ ചെടികൾക്കും ഏറ്റവും നല്ലതാട്ടോ. ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാം നമ്മളിതൊരു കീടനാശിനിയും കൂടി ആട്ടോ. അതുകൊണ്ട് നമ്മുടെ തണ്ടിലുള്ള എല്ലാ പുഴുക്കളും തണ്ടിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ഇത് മാറിക്കിട്ടും. നല്ലതുപോലെ പൂവൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ സമയമില്ല, മഴ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനിത് സ്പ്രേ ചെയ്ത് കാണിക്കുന്നില്ല. ഇതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ സ്പ്രേ ബോട്ടിൽ ഒഴിക്കാൻ, അല്ലെങ്കിൽ ഇത് അടഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.